ഈ നവജാത ശിശുക്കളെ കുളിപ്പിക്കുന്നതിനെ കുറിച്ച് കുറേ ആർഗ്യുമെന്റ്സ് ഉണ്ടല്ലോ. അതായത് കോൺട്രവേഴ്സീസ്. അതായത് കുളിപ്പിക്കണോ കുളിപ്പിക്കണ്ടേ, എണ്ണ തേപ്പിക്കണോ തേപ്പിക്കണ്ടേ, പൗഡർ ഇടണോ വേണ്ടേ, കണ്ണെഴുതണോ വേണ്ടേ, അങ്ങനെ കുറേ മിത്സോ അല്ലെങ്കിൽ കുറേ കൺഫ്യൂഷൻസ് അതിനെ ചുറ്റിപ്പറ്റിയുണ്ടല്ലോ. അപ്പൊ അതിൽ ശരിക്കും എന്താണ് സയന്റിഫിക്കലി കറക്റ്റ് ആയിട്ടുള്ളതെന്നുള്ളത് ഒന്ന് ഡോക്ടർ പറയും. നോർമലി പ്രസവശേഷം, അതായത് കുഞ്ഞിൻ്റെ പൊക്കിൾക്കൊടി വീണതിന് ശേഷമാണ് നമ്മൾ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നത്. അതിന് മുന്നേ നമ്മൾ കുളിപ്പിക്കാറില്ല. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടൊരു വെയിറ്റ്, മിനിമം ഒരു 2.5 kg വെയിറ്റ് ഗെയിൻ എങ്കിലും ഉണ്ടായതിന് ശേഷം മാത്രമേ നമ്മൾ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാറുള്ളൂ. ഫസ്റ്റൊക്കെ നമ്മൾ കുളിപ്പിക്കുമ്പോഴത്തേക്ക് തുടക്ക സമയങ്ങളിൽ മാക്സിമം ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റൊക്കെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുക. അപ്പോൾ അങ്ങനെ എണ്ണ തേച്ച് കുളിപ്പിച്ചത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ മസിലിൻ്റെയൊക്കെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യുക, അതുപോലെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യുക, അതുപോലെ പനി അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയങ്ങളിൽ എണ്ണ തേച്ച് കുളി അതെല്ലാം ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ചില ആൾക്കാർ സ്ഥിരമായി കാണപ്പെടാറുണ്ട് പയറുപൊടി പോലെയുള്ള, അതുപോലെ മഞ്ഞൾ പോലെയുള്ള ഹാഷായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് കുളിപ്പിക്കുന്നതായിട്ട്. ഇതൊക്കെ അവർ ആ സ്കിന്നിൻ്റെ ഒരു കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് പഴമക്കാർ പറയുന്നത്. പക്ഷെ അതൊക്കെ വളരെ തെറ്റായ പ്രവൃത്തികളാണ്. അതായത് കുഞ്ഞുങ്ങളുടെ ചർമ്മം എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റാണ്. അപ്പോൾ പയറുപൊടി പോലെയുള്ള ഹാർഷായിട്ടുള്ള സബ്സ്റ്റൻസ് ഒന്നും ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ നമ്മൾ എല്ലാ തരം ഓയിൽസ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മോസ്റ്റ്ലി ഉപയോഗിക്കാറില്ല. നമ്മൾ നോർമലി ആയുർവേദത്തിൽ നമ്മൾ ലാക്ഷായ തൈലം അല്ലെങ്കിൽ നാൽപ്പാമരാതി കേരം അങ്ങനെയുള്ള ഓയിൽസ് ആണ്, നമ്മൾ മെഡിക്കേറ്റഡ് ഓയിൽസ് ആണ് നോർമലി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ പോലെയുള്ള കുഞ്ഞുങ്ങളുടെ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള തൈലങ്ങളാണ് മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ടാൽക്കം പൗഡറിൻ്റെ യൂസ് കുഞ്ഞുങ്ങളിൽ 6 മാസത്തിൽ താഴെയുള്ള കുഞ്ഞുങ്ങളിൽ ടാൽക്കം പൗഡർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ചെറുപ്പകാലത്ത് തന്നെ സിവിയർ ആയിട്ടുള്ള അലർജി ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ നമുക്കറിയാത്ത കെമിക്കൽസ് വെച്ചിട്ടുണ്ടാക്കിയ കൺമഷി ഉപയോഗവും അതുപോലെ തന്നെ ഈ അലർജി ഉണ്ടാകുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. അതുപോലെ കുളിപ്പിക്കുമ്പോൾ എപ്പോഴും ഒരു ഇളം ചൂടുവെള്ളം മാത്രം യൂസ് ചെയ്ത് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുക. ഒരുപാട് തണുത്തതും ഒരുപാട് ചൂടുള്ളതുമായ വെള്ളം യൂസ് ചെയ്ത് കുളിപ്പിക്കുന്നതും തെറ്റാണ്. അതുപോലെ ഓയിൽ മസാജിൻ്റെ കാര്യത്തിൽ, അതായത് ഓയിൽ മസാജ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ മൂക്ക് നീണ്ടാൻ വേണ്ടിയിട്ടും അതുപോലെ കാല് നീളം വെക്കാൻ വേണ്ടിയിട്ടൊക്കെ വലിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്ന ചില പ്രവൃത്തികൾ നമ്മൾ കാണപ്പെടാറുണ്ട്. അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കുഞ്ഞുങ്ങളുടെ തലയൊക്കെ ഉരുട്ടി കുളിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു 6 മാസം അവരുടെ ആ ഒരു ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ അതെല്ലാം നോർമലി ഡെവലപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം വളരെ തെറ്റായിട്ടുള്ളൊരു ധാരണകളാണ്. അപ്പോൾ അതൊന്നും ചെയ്യാതെ ഇരിക്കുക.